റവന്യൂ ഭരണ സംവിധാനത്തിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്ത തിരുവനന്തപുരം സബ് കളക്ടർ OV ആൽഫ്രഡിന് അർഹിച്ച അംഗീകാരം. ഇത്തവണത്തെ കേരള ഗവൺമെന്റിന്റെ മികച്ച സബ് കളക്ടർ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഐലൻഡ് അഭിമാനമായിട്ടുള്ള ആൽഫ്രഡ് OVക്കാണ്. ഐലൻഡിലെ PCM 2019 ബാച്ചിലെ സ്റ്റുഡൻ്റാണ് ആൽഫ്രഡ്. ആൽഫ്രഡിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആൽഫ്രഡിന് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ സാധിച്ചെങ്കിലും ആ വർഷത്തെ മെയിൻസ് എഴുതിയെങ്കിലും ഇൻ്റർവ്യൂവിന് കോൾ വരുന്നില്ലായിരുന്നു. പക്ഷേ ആൽഫ്രഡ് എപ്പോഴും തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കണ്ടിന്യൂസ്ലി പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളായിരുന്നു. നെക്സ്റ്റ് അറ്റംപ്റ്റിന് വേണ്ടി വീണ്ടും കണ്ടിന്യൂസ്ലി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ആ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ 310ാമത്തെ റാങ്ക് മേടിച്ചിട്ട് ആൽഫ്രഡ് ആ റാങ്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മളെല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇൻട്രസ്റ്റിംഗ്ലി എനിക്ക് ആൽഫ്രഡിനെ പറ്റി ഓർക്കുമ്പം ഞാനും ആൽഫ്രഡും കൂടെ കുറച്ചും കൂടെ കോൺഷ്യസ്ലി സീരിയസ് ആയിട്ട് ഇരിക്കുന്നത് തന്നെ ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിൻ്റെ പാർട്ടിലാണ്. അപ്പം ഈ ഡാഫ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ ഫോം, ഈ ഡാഫ് ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്റ്റുഡൻസുമായിട്ട് ഒരു വൺ ടൈം ഇരിക്കും. അപ്പം ആൽഫ്രഡ് അതിൻ്റെ അകത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് അസോസിയേഷൻ്റെ മെമ്പറാണ്. അതായത് ഫാൻസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനെ പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ എല്ലാ ക്ലബിൻ്റെയും ഫാൻസ് ചെയ്യുന്ന പോലെയാണ്. പക്ഷെ അങ്ങനെയല്ല, വളരെ സീരിയസ് ആയിട്ട് അത് ചെയ്യുന്ന ഒരാളായിരുന്നു ആൽഫ്രഡ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ്. ഇത് എന്തോന്നാലും ഇൻ്റർവ്യൂവിൽ ചോദിക്കുമെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ബോൺസ്ലെ സാറിന് ഇൻ്റർവ്യൂ ബോർഡ് ആയിരുന്നു എൻ്റെ ഓർമ്മ. അതിൽ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ ആൽഫ്രഡിനോട് ചോദിക്കുന്നത് ഇതൊരു ഇൻ്റർവ്യൂ ആയിട്ട് ഇതിനെ കരുതൂ, ഈ ഒരു ഇൻ്റർവ്യൂവിനെ ഒരു ഫുട്ബോൾ മാച്ചായിട്ട് കരുതുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു മെമ്പർ കണ്ടിന്യൂസ്ലി ആൽഫ്രഡിനോട് ചോദിക്കുമ്പം അത് ചോദിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ചെയർമാൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട്, ആ മെമ്പറിൻ്റെ പെനാൽറ്റി ഷൂട്ടൗട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളി ആൽഫ്രഡ് ഓൺ ടൈമിൽ ആൻസേഴ്സ് പറയുന്നത് ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റുഡൻസ് സർവീസൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പറയും കാന്താൻ കി നാം റോഷൻ കരോ. ഞാൻ ഈ ഡയലോഗ് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത്, അതായത് ഐലൻഡിൻ്റെ ഫാമിലിയുടെ പേര് വീണ്ടും വീണ്ടും അഭിമാനമാക്കും എന്നുള്ളത് ആൽഫ്രഡ് ഓരോ ടൈമും ചെയ്യുന്നതാണ്. ആൽഫ്രഡ് നെക്സ്റ്റ് ടൈം എഴുതി റാങ്ക് ഇമ്പ്രൂവ് ചെയ്ത് 57ാമത്തെ റാങ്ക് മേടിക്കുന്നു. അപ്പോഴും അഗെയിൻ ആൽഫ്രഡ് ഈസ് മേക്കിംഗ് ഐലൻഡ് പ്രൗഡ്. ഇപ്പം മൾട്ടിപ്പിൾ അവാർഡ്സുകൾ കിട്ടുന്നു, ന്യൂസിൽ വരുന്നു, എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനായിട്ട് ആൽഫ്രഡ് മാറുന്നു. So I think Alfred continuously make Ireland proud, and that's what comes to my mind whenever I think about Alfred. ആൽഫ്രഡിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ആൽഫ്രഡിൻ്റെ ആ PCM ബാച്ച് മെയ് ബാച്ചായിരുന്നു. അവർ ഭയങ്കര ഒരു സ്റ്റുഡിയസ് ആയിട്ടുള്ളൊരു ബാച്ചായിരുന്നു. ആ ബാച്ചിൽ തന്നെ ഒരുപാട് വേറെ റിസൾട്ട്സ് ഉണ്ടായിരുന്നു. ജയകൃഷ്ണൻ IAS, അതുപോലെ റെക്സ് IRS. അതിനുശേഷം ഉണ്ടായിരുന്ന ജൂൺ A ബാച്ചും ജൂൺ B ബാച്ചും ഒക്കെ തന്നെ ഭയങ്കര ആയിട്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത ബാച്ചസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ഈ പേപ്പർ, ജോഗ്രഫിയുടെ ഓപ്ഷണൽ പേപ്പർ കറക്റ്റ് ചെയ്തിരുന്ന സമയത്ത് ഭയങ്കര അനലിറ്റിക്കൽ ആയിട്ടുള്ള പേപ്പറായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അനലിറ്റിക്കൽ പേപ്പറായിരുന്നു. ആൻഡ് വി ആർ വെരി പ്രൗഡ് ആൻഡ് ഹാപ്പി അബൌട്ട് ഹിസ് അച്ചീവ്മെൻറ്റ്.